കർഷകരാണ് മുട്ടപ്പാറ. കർഷകർക്ക് റബ്ബറിന്റെ വിലയൊക്കെ കൂട്ടി. അതെ, 200 രൂപ താങ്ങുമില്ല. അതെ, ഞാൻ ഇന്നലെ ഒരു കടയിൽ ചെന്നപ്പം ഒരു റബ്ബർ കർഷകൻ വന്നു. 176 രൂപയാണ് റബ്ബറിന്റെ വില അന്നേരം കൊടുത്തത്. അപ്പോൾ ആ കർഷകൻ തന്നെ പറഞ്ഞു 200 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചത് കൊണ്ട് അത് വലിയ സഹായമായി. ഇപ്പം റബ്ബറിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കർഷകർ ഗവൺമെന്റ് തന്നെ പറഞ്ഞേക്കുന്നില്ല. അതെ അതെ 200 രൂപ എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഞങ്ങളുടെ കർഷകരാണ്, മുട്ടപ്പാറ ഗ്രാമം മൊത്തം കർഷകരാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലായിരുന്നു. ആ സ്റ്റേഡിയം തന്നെ നമുക്ക് കാണാവുന്നതല്ലേ. പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം അല്ലേ കുടുംബം വെച്ചേക്കുന്നത്. പിന്നെ റൈസ് മില്ല് കുടുംബന് സ്വന്തമായി ഈ മിച്ചഭൂമി മൊത്തം കൃഷി ചെയ്ത സ്ഥലമാണ് അല്ലേ. തരിച്ച് കിടന്ന സ്ഥലം കൃഷി ചെയ്ത പ്രദേശം കൊടുമണ്ണാണ് അല്ലേ സാറേ? അതെ. നമ്മുടെ അങ്ങനെ ഒരു വലിയ വികസനം കൊടുമൺ പഞ്ചായത്ത് നടത്തി അല്ലയോ? അതെ. അതിന് ചുക്കാൻ പിടിച്ചത് സലീം സാറാണ്. ശരിയാണ്, കർഷകനാണ്. പത്തനംതിട്ട കൊടുമൺ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്തിലെ കൊടുമൺ ഡിവിഷനിലെ LDFന്റെ സ്ഥാനാർത്ഥി കർഷകനാണ് AN സലീമ. CPIMന്റെ ഏരിയ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം ഇപ്പോഴും 22 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അതായത് പാടത്തിറങ്ങി പണയുന്ന വ്യക്തി കൂടിയാണ്. മറ്റൊരു പ്രത്യേകത അദ്ദേഹം തന്നെ പറയും, ഈ കൊടുമൺ റൈസ് അല്ലേ, അതായത് കൊടുമൺ എന്ന ഒരു സ്ഥലത്തെ കൊടുമൺ റൈസ് എന്ന അടയാളപ്പെടുത്തിയ വലിയ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ കൂടിയാണ്. അതിൻ്റെയൊക്കെ കഥയിലേക്ക് എത്താം. ഈ രാഷ്ട്രീയ തിരക്കിനിടയ്ക്കിലും കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണല്ലേ? അതെ. 95-2000 ജനകീയ ആസൂത്രണം തുടങ്ങിയ സമയത്ത് ഉയർന്നു വന്ന നിർദ്ദേശമാണ് കൊടുമൺ പഞ്ചായത്തിലെ തരിശ് നിലങ്ങൾ 2 ഭൂ കൃഷി ചെയ്യണം. അതിനാവശ്യമായ സംരംഭമാണ് 2018 ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഞങ്ങൾ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ തുടക്കം കുറിച്ച സംരംഭം 246 നെൽകർഷകരെ കൂട്ടി ആരംഭിച്ച സംരംഭം കൊടുമണ്ണിൻ്റെ നാമത്തിലുള്ള റൈസ് ഇപ്പോൾ വിപണിയിൽ ഉണ്ട്. കേരളത്തിൻ്റെ ഏത് ജില്ലകളിൽ ചെന്നാലും ഈ റൈസ് ഇപ്പോൾ നല്ല മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട്. കർഷകരുടെ നെല്ല് ഗവൺമെൻറ് പ്രഖ്യാപിച്ച താങ്ങുവില കൊടുത്ത് ശേഖരിച്ച് അത് റൈസാക്കി ഏതെങ്കിലും മായമില്ല, കലർപ്പില്ല, അതാണ് അരിയുടെ ഗുണം. അപ്പോൾ ആ നിലയിലാണ് കൊടുമൺ റൈസിൻ്റെ പ്രവർത്തനം. നമ്മുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് 1.5 കോടി രൂപ മുടക്കി കൊടുമൺ പഞ്ചായത്തിൽ ഒറ്റത്തേക്കിൽ റൈസ് മില്ല് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം അവിടെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 246 കർഷകരെ കൂട്ടി നിർത്തിക്കൊണ്ട് കൊടുമൺ റൈസ്, നമ്മൾ മറ്റ് പല റൈസ് സ്വകാര്യ കമ്പനികളുടെ കേട്ടിട്ടുണ്ട്. ഒരു നാടിൻ്റെ ആകെ ഒരു പേരിൽ കർഷകരുടെ കൂട്ടായ്മയിൽ റൈസ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇനി മറ്റൊരു സ്വകാര്യ കാര്യമുണ്ട്. ഈ 22 ഏക്കറിലൊക്കെ ഇപ്പം പാട്ടത്തിനോട് ഭൂമി എടുത്ത കൃഷി ചെയ്യുന്നില്ലേ, ഈ കണ്ടത്തിലേക്ക് ഇറങ്ങി തന്നെ കൃഷി ചെയ്യുന്നത്. അതൊക്കെ ഒരു ഇത് ഏരിയ സെക്രട്ടറിയൊക്കെ തിരക്കിനിടയ്ക്ക് പറ്റുന്നുണ്ടോ? തിരക്കിനിടയ്ക്ക് ഇതെല്ലാം ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ ഒരു 6:30 മണി കഴിഞ്ഞതിന് ശേഷം 8 മണി വരെ കാർഷിക ജോലിയിൽ ഏർപ്പെടുന്നു. അത് ഒന്നും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തടസ്സമല്ല, സേവന പ്രവർത്തനത്തിന് തടസ്സമല്ല. ഇത് തന്നെയായിരിക്കാം രാഷ്ട്രീയം നമ്മുടെ. അതെ അതെ. ഈ നിലവിലെ വാർഡ് മെമ്പറൂടെ ചേരുന്നുണ്ട്. മെമ്പർമാർ ഒട്ടനവധി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ അഭിമാനപൂർവ്വം ഈ ജനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ സ്ഥാനാർത്ഥിയുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണോ? തീർച്ചയായിട്ടും അതെ അതെ, നല്ല പ്രവർത്തനമാണ്. ഇവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, നേരത്തെ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായാലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വാർഡ് സ്ഥാനാർത്ഥി രേഖ വളരെ നന്നായി പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ജയിപ്പിക്കേണ്ടുന്ന സ്ഥാനാർത്ഥിയാണ് തീർച്ചയായിട്ടും. അതിന് തന്നെയല്ല മുൻ മെമ്പർ കൂടിയായിട്ടുള്ള ജ്യോതിശ്രീ ഇവിടുത്തെ മെമ്പർ. അപ്പം പുള്ളിക്കാരിയുടെ പിൻബലം ഒരു 2 പ്രാവശ്യം ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്കാരിയുടെ പിൻബലം പുതിയ മെമ്പർക്ക് കൂടുതൽ പ്രാപ്തമായി കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും. പിന്നെ ഞാനും ഈ വാർഡിലെ അംഗമാണ്. ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ 2 സ്ഥാനാർത്ഥികളും, അതായത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എങ്ങനെയാ, ഓക്കെയാണോ?
വളരെ നല്ല നല്ല സ്ഥാനാർത്ഥികളാണ് അവർ. അല്ലാതെ തന്നെ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തികളിലും എല്ലാം മുൻനിരയിൽ നിൽക്കുന്നവരാണ്. പ്രത്യേകിച്ച് സലീം സഹാവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായാലും നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ കൂട്ട് കൊടുമൺ റൈസ് അതൊക്കെ ഒരു വലിയ നാടിനൊരു പ്രശസ്തി തീർച്ചയായിട്ടും കർഷകനും എല്ലാ രീതിയിലും വളരെ മെച്ചപ്പെട്ട ഒരു ആളാണ്. അപ്പോൾ ജയിച്ച് വരണം തീർച്ചയായിട്ടും. ചുറ്റിക്കാരിവാൾ നക്ഷത്രത്തിൽ നമ്മളുടെ സ്ഥാനാർത്ഥിയെ എല്ലാവരും വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജില്ലാ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് മനോജണ്ണനുണ്ട്. മനോജണ്ണനെ അതുപോലെ ചുറ്റിക്കാരിവാൾ നക്ഷത്രത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും ഭൂരിപക്ഷത്തോടു കൂടി ബ്ലോക്കിലേക്കും കൊണ്ടുവരണം. അതുപോലെ നമ്മുടെ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ മരുതിക്കാല 2ാം വാർഡിൻ്റെ പിൻഗാമിയായി ഞങ്ങൾ അത് തന്നെ തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFൻ്റെ മുൻതൂക്കമുള്ള ഒരു വാർഡാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ രേഖാബിനു വൻ ഭൂരിപക്ഷത്തോടു കൂടി തീർച്ചയായിട്ടും വരുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ തന്നെയാണ് കൊണ്ടുവരികയും ചെയ്യും. ഞങ്ങളുടെ പഞ്ചായത്തും അതുപോലെ തന്നെ LDFൻ്റെ ഒരു മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്താണ്. ഇവിടെ നിലനിർത്തും തീർച്ചയായും. ഒരു കാര്യം കൂടെ, ഇവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാടുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് സലീം സഹാബ് ഇരിക്കുന്ന സമയത്ത് തന്നെ പല പ്രശ്നങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വളരെ പ്രസിദ്ധമായ രാഡസൻ പാറ എന്ന് പറയുന്ന ഒരു ഐതിഹ്യ പെരുമയുള്ള പാറയുണ്ട്. അപ്പോൾ ഈ പാറ പൊട്ടിക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പാറയിലേക്ക് പോകുന്ന വഴി, ഈ രാഡസൻ പാറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരു ദിവസം ഒരു 100 കണക്കിന് ആളുകൾ കയറി ഇറങ്ങുന്ന വലിയൊരു പാറയാണ്. അപ്പോൾ ഈ പാറ പൊട്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതിന് തൊട്ടടുത്തുള്ള എസ്റ്റേറ്റുകാരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പേ 5-6 മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്കെല്ലാം നിരോധന ഉത്തരവ്, ഞാൻ അതിനുമായി പ്രവർത്തിക്കുന്ന ചില ആളുകൾക്കെല്ലാം നിരോധന ഉത്തരവ് നൽകിക്കൊണ്ട് ആ വഴി പൂർണ്ണമായും കെട്ടിയടച്ചു നെറ്റ് ഉപയോഗിച്ച്, ഇരുമ്പ് ഉപയോഗിച്ച്, പിന്നെ ഫെൻസിങ് സ്ഥാപിച്ച്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ നിലവിലുള്ള പ്രത്യേകിച്ച് സലീം സാഹിബിനെ പോലുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ, രേഖാബിനുവിനെ പോലുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ആ വഴി, ആ കെട്ടിയടയ്ക്കപ്പെട്ട വഴി കളഞ്ഞിട്ട് അത് പുനഃസ്ഥാപിക്കുകയും, അതുപോലെ MLA ഇവിടെ 50 സെൻറ്റ് ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട്, ടൂറിസം വകുപ്പിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ എക്കോ ടൂറിസത്തിന് ഉൾപ്പെടുത്തുവാൻ വേണ്ടി 5.5 കോടി രൂപ അനുവദിച്ചതാണ്. പക്ഷേ ഈ ഒറ്റ കാരണം കൊണ്ട് അത് നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കൂടി വരുന്ന ജനപ്രതിനിധികൾ ആരായാലും ശരി തന്നെ തീർച്ചയായിട്ടും സലീം സഹാവും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രേഖാബിനുവും അതുപോലെ വരുന്ന മറ്റ് ജനപ്രതിനിധികളും LDFും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനുള്ള പ്രവർത്തനം കൂടി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഭ്യർത്ഥനയും ആവശ്യമൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ സ്ഥാനാർത്ഥി രേഖ അല്ലേ? ഇത് ഏത് വാർഡ്? ഇത് മരുതിക്കാല 2ാം വാർഡ്. ഏത് പഞ്ചായത്ത്? കലഞ്ഞൂർ പഞ്ചായത്തിലെ. ഇപ്പം ഒരുമിച്ച് നിൽക്കുവാണ്, വോട്ടിന് അഭ്യർത്ഥിക്കുവാണ്. വലിയ ആത്മവിശ്വാസം തന്നെയാണോ? ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ധാരാളം പ്രവർത്തകരുണ്ട് ഒപ്പം. നിങ്ങളൊക്കെ എങ്ങനെയാണ്? വലിയ 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. നമ്മുടെ വാർഡ് തന്നെ വർഷങ്ങളായിട്ട് LDFൻ്റെ വാർഡാണ്. അവിടെ ഞങ്ങൾക്ക് എല്ലാവരെയും 100% ഉറപ്പാണ് ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പം സലീം സഹാനോട് അവസാനമായി സലീം നമ്മൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം തന്നെയാണ്, ക്ഷേമ പെൻഷനൊക്കെയാണ് ചർച്ചയാക്കപ്പെടുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ എല്ലാം വിജയത്തിന് അടിസ്ഥാനം. നാട്ടിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ഇപ്പോൾ 2ാം പിണറായി സർക്കാർ കഴിഞ്ഞ് വരാൻ പോകുന്നതും ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ് തന്നെയായിരിക്കും. ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ ഗവൺമെൻറ്റിനെ കയ്യും മെയ്യും മറന്ന് സഹായിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഒരനുഭവം. ഈ നമ്മുടെ നാട്ടിൽ എല്ലാ കുടുംബങ്ങളിലും സന്ദർശിച്ചപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്താത്ത ഒറ്റ കുടുംബവുമില്ല. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഇപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.